സന്ദർഭത്തിന്റെ നിർണായക സ്വഭാവത്തെക്കുറിച്ച് അറേബ്യയിൽ എല്ലാവരും ബോധവാന്മാരായിരുന്നു. പഴഞ്ചൻ ജാഹിലിയത്തിന്റെ അവശേഷിച്ച ആരാധകർക്ക് അവസാനത്തെ പ്രതീക്ഷാകിരണമായിരുന്നു അത്. റോമാ സാമ്രാജ്യവും ഇസ്ലാമും തമ്മിൽ നടക്കാൻ പോകുന്ന സംഘട്ടനത്തിന്റെ ഫലമറിയാൻ അവർ അക്ഷമരായി കാത്തുനിൽക്കുകയായിരുന്നു. കാരണം ഇതല്ലാതെ ഒരിടത്തും പ്രതീക്ഷയുടെ ലാഞ്ചന പോലും കാണാനില്ലെന്ന് അവർക്കറിയാമായിരുന്നു. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ സന്ദർഭമാണെന്ന് മുനാഫിക്കുകളും കണക്കുകൂട്ടിയിരുന്നു. സിറിയൻ യുദ്ധമുഖത്ത് ഇസ്ലാമിന് തിരിച്ചടി ലഭിക്കുകയാണെങ്കിൽ ആഭ്യന്തര രംഗത്ത് കുഴപ്പത്തിന്റെ കൊടിക്കുത്താമെന്ന പ്രതീക്ഷയിലാണ് അവർ മസ്ജിദുൽ ളിറാർ പണിതത്. മുസ്ലിങ്ങളുടെ സമരസന്നാഹത്തെ തകിടം മറിക്കാൻ സാധ്യമായ എല്ലാ തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു നോക്കി. മറുവശത്ത് യഥാർത്ഥ വിശ്വാസികളും പൂർണ്ണ ബോധവാന്മാരായിരുന്നു. തങ്ങൾ 22 വർഷമായി ജീവരക്തം നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന്റെ ഭാഗധേയം ത്രാസിലാടുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ധൈര്യം പ്രകടിപ്പിക്കുക എന്നാൽ പ്രസ്ഥാനത്തിന്റെ സാർവലൗകിക വികാസത്തിന് കവാടം തുറക്കപ്പെടുക എന്നാണർത്ഥം. ഭീരുത്വം കാണിക്കുന്നതിനർത്ഥം അറേബ്യയിൽ തന്നെ പ്രസ്ഥാനത്തിന് നിൽക്കക്കള്ളി ഇല്ലാതാവുകയെന്നും. ഈ തീവ്രമായ ബോധം ആത്മാർപ്പണ സന്നദ്ധരായ ആ സത്യസേവകരെ സാവേശം യുദ്ധോത്സുകരാക്കി. സാധന സാമഗ്രികൾ ഒരുക്കാൻ ഓരോരുത്തരും കഴിവിൽ കവിഞ്ഞു മുന്നോട്ട് വന്നു. ഉസ്മാനും അബ്ദുറഹ്മാനുബിന് ഔഫും വൻ തുകകൾ സംഭാവന ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ആയുഷ്കാല സമ്പാദ്യത്തിന്റെ പാതി സമർപ്പിച്ചു. അബൂബക്കറാകട്ടെ ജീവിത സമ്പാദ്യം മുഴുക്കെ സമർപ്പിച്ചു. ദരിദ്ര സ്വഹാബികൾ അധ്വാനിച്ചും കൂലിവേല ചെയ്തും തങ്ങളാലാവുന്നത് സ്വരൂപിച്ച് തിരുസന്നിധിയിൽ ഹാജരാക്കി. സ്ത്രീകൾ ആഭരണങ്ങൾ അഴിച്ചുകൊടുത്തു. ആവേശഭരിതരായ വളണ്ടിയർ സംഘങ്ങൾ നാനാഭാഗത്തുനിന്നും പ്രവഹിച്ചുകൊണ്ടിരുന്നു. ജീവൻ ബലി നൽകാൻ ഒരുങ്ങിവന്ന ആ ധീരാത്മാക്കൾ ആയുധവും വാഹനവും ഒരുക്കിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. വാഹനം ലഭിക്കാത്തവർ കരയുന്നുണ്ടായിരുന്നു. അവർ പ്രകടിപ്പിച്ച ആത്മാർത്ഥതയുടെ ഊഷ്മളത നബി തിരുമേനിയെ വികാരാധീനനാക്കി. ഈ സന്ദർഭം സത്യവിശ്വാസവും കപടവിശ്വാസവും പ്രയോഗത്തിൽ വേർതിരിച്ചറിയാനുള്ള ഉരക്കല്ലായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരാൾ പുറകോട്ടടിക്കുകയെന്നാൽ ഇസ്ലാമുമായി തനിക്കുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥയെ സംശയാസ്പദമാക്കുക എന്നായിരുന്നു അർത്ഥം. അതിനാൽ തന്നെ തബൂക്ക് യാത്രാമധ്യേ പിന്തിരിഞ്ഞു പോകുന്നവരെപ്പറ്റിയെല്ലാം സ്വഹാബികൾ നബി തിരുമേനിക്ക് അപ്പപ്പോൾ വിവരം നൽകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നബി ഉത്തരം നൽകിക്കൊണ്ടുമിരുന്നു. വിട്ടേക്കുക, അവരിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അള്ളാഹു വീണ്ടും അവരെ നിങ്ങളോട് ചേർക്കും. അഥവാ അങ്ങനെയല്ലെങ്കിൽ അള്ളാഹു അവരിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുവല്ലോ. ഹിജ്റ 9 റജബ് മാസം 30,000 ഭടന്മാരുമായി നബി തിരുമേനി സിറിയയിലേക്ക് തിരിച്ചു. അവരിൽ 10,000 പേർക്കേ വാഹന സൌകര്യമുണ്ടായിരുന്നുള്ളൂ. ഒട്ടകം കുറവായിരുന്നതിനാൽ ഓരോ ഒട്ടകപ്പുറത്തും ഒട്ടേറെ പേർ മാറി മാറി യാത്ര ചെയ്യുകയാണുണ്ടായത്. പോരാത്തതിന് ഉഷ്ണാധിക്യവും ജലദൌർലഭ്യവും. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ മുസ്ലിങ്ങൾ പ്രദർശിപ്പിച്ച കറകളഞ്ഞ ആത്മസ്ഥൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലം തബൂക്കിലെത്തിയതോടെ റൊക്കമായി തന്നെ തിരിച്ചുകിട്ടി. സീസറും കിങ്കരന്മാരും ഏറ്റുമുട്ടാൻ നിൽക്കാതെ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചുവെന്ന വാർത്തയാണ് തബൂക്കിൽ അവരെ സ്വാഗതം ചെയ്തത്. ശത്രു സ്ഥലം വിട്ടതിനാൽ യുദ്ധം വേണ്ടി വന്നില്ല. റോമക്കാരുടെ സൈന്യശേഖരത്തെക്കുറിച്ച് തിരുമേനിക്ക് ലഭിച്ചിരുന്ന വിവരം തന്നെ അപ്പടി തെറ്റായി പുലർന്നുവെന്നാണ് പൊതുവെ ഈ സംഭവത്തെ സംബന്ധിച്ച ചരിത്രകാരന്മാരുടെ വിവരണത്തിൽ നിന്ന് തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവം മറിച്ചായിരുന്നു. സീസർ സൈന്യശേഖരം ആരംഭിച്ചിരുന്നെങ്കിലും സന്നാഹങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പായി നബി തിരുമേനി അവരെ നേരിടാനെത്തിയതിനാൽ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയല്ലാതെ ഗത്യന്തരമുണ്ടായിരുന്നില്ല. മൂത്ത യുദ്ധത്തിൽ 3000-ഉം 1,00,000-ഉം ഏറ്റുമുട്ടിയതിന്റെ തിക്താനുഭവം സീസർ കണ്ടതാണ്. അപ്പോൾ നബി തിരുമേനി നേരിട്ട് നേതൃത്വം നൽകുന്ന 30,000 മുസ്ലിം ഭടന്മാർക്കെതിരെ 1-2 ലക്ഷവുമായി രംഗത്തു വരാൻ സ്വാഭാവികമായും റോമാ തലവൻ ധൈര്യപ്പെട്ടില്ലെന്നതാണ് വാസ്തവം. ഇങ്ങനെ സീസറിന്റെ ഒഴിഞ്ഞുമാറ്റം നേടിക്കൊടുത്ത ധാർമ്മിക വിജയത്തിൽ തൽക്കാലം തൃപ്തിയടഞ്ഞ നബി തിരുമേനി ആ ഘട്ടത്തിൽ തബൂക്കിൽ നിന്ന് മുമ്പോട്ടു പോയി സിറിയൻ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പകരം വിജയത്തിന്റെ അനുകൂല അന്തരീക്ഷത്തെ പരമാവധി രാഷ്ട്രീയ സൈനിക നേട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനാണ് മുൻഗണന കൊടുത്തത്. അവിടുന്ന് 20 ദിവസം തബൂക്കിൽ താവളമടിച്ചു. മാത്രമല്ല റോമൻ സാമ്രാജ്യത്തിനും ഇസ്ലാമിക രാഷ്ട്രത്തിനും മധ്യത്തിൽ കിടക്കുന്നതും അതുവരെ റോമൻ ആധിപത്യത്തിലിരുന്നതുമായ ഒട്ടേറെ ചെറു രാജ്യങ്ങളെ സൈനിക സമ്മർദ്ദത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് കപ്പം നൽകുന്നവരും വിധേയരുമാക്കി. ഇങ്ങനെ മുസ്ലിം രാഷ്ട്രത്തിന് ജിസിയ നൽകാൻ സമ്മതിച്ചവരിൽ യഥാക്രമം
ദൂമത്തുൽ ജന്തലിലെയും ഐലാത്തിലെയും ക്രിസ്തീയ നേതാക്കളായ ഉക്കൈദിർബിനു അബ്ദുൽ മലിക്കിൽ കിന്ദിയും യോഹന്നാനുബിനു റോബയും മഖ്ന, ജർബാ, അസ്രൂഹ് എന്നിവിടങ്ങളിലെ ക്രൈസ്തവ തലവന്മാരും പെടുന്നു. ഇസ്ലാമിന്റെ അധികാര പരിധി റോമൻ സാമ്രാജ്യ അതിർത്തി വരെ ചെന്നെത്തിയതാണ് ഇതിന്റെ ഫലം. അതേവരെ റോമ ചക്രവർത്തിമാർ അറേബ്യക്കെതിരെ ഉപയോഗപ്പെടുത്തി വന്ന അറബി ഗോത്രങ്ങൾ അധികവും ഇപ്പോൾ റോമക്കാർക്കെതിരിൽ മുസ്ലിങ്ങളുടെ സഹായികളായി മാറുകയും ചെയ്തു. റോമൻ സാമ്രാജ്യവുമായി സുദീർഘമായൊരു വടംവലിയിൽ ചെന്നുപെടുന്നതിനു മുമ്പേ ഇസ്ലാമിന് അറേബ്യയുടെ മേൽ അതിന്റെ പിടിമുറുക്കാൻ വേണ്ടത്ര സാവകാശം ലഭിച്ചുവെന്നതായിരുന്നു സർവ്വപ്രധാനമായ നേട്ടം. പഴഞ്ചൻ ജാഹിലിയത്തിന്റെ പുനഃസ്ഥാപനം സ്വപ്നം കണ്ടു നടന്ന പ്രഖ്യാപിത മുശ്രിക്കുകളുടെയും ഇസ്ലാമിന്റെ വേഷമിട്ട മുനാഫിക്കുകളുടെയും നട്ടെല്ലൊടിച്ചുകളയാൻ തബൂക്കിലെ യുദ്ധരഹിത വിജയം കൊണ്ട് സാധിച്ചു. ഇതുളവാക്കിയ അന്തിമ നൈരാശ്യം ഇസ്ലാമിൽ അഭയം തേടുകയല്ലാതെ രക്ഷയില്ലെന്ന അവസ്ഥാവിശേഷത്തിലാണ് അവരിലധികം പേരെയും ചെന്നെത്തിച്ചത്. സത്യവിശ്വാസത്തിന്റെ മഹത്തായ അനുഗ്രഹം അവർക്ക് നേരിട്ട് അനുഭവപ്പെട്ടില്ലെങ്കിൽ പോലും തങ്ങളുടെ ഭാവി തലമുറകൾ ഇസ്ലാമിൽ പൂർണ്ണമായി ലയിച്ചു ചേരാൻ അത് കാരണമായി. പിന്നീടും ഷിർക്ക് ജാഹിലിയത്തുകളിൽ ഒട്ടിപ്പിടിച്ചു നിന്നത് നാമമാത്ര ന്യൂനപക്ഷമായിരുന്നു. അവരാകട്ടെ ദൈവനിർദ്ദിഷ്ടമായ ഇസ്ലാമിക സംസ്കരണ വിപ്ലവത്തിന്റെ വിജയപരിസമാപ്തിക്ക് പ്രതിബന്ധം നിൽക്കാനാവാത്തത്ര ദുർബലരും നിസ്സഹായരുമായി കഴിഞ്ഞിരുന്നു താനും. ഇനി ഈ സൂറ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചരിത്ര പശ്ചാത്തലം മുമ്പിൽ വയ്ക്കുമ്പോൾ അന്ന് നിലവിലിരുന്നതും സൂറത്തു തൗബയിൽ പരാമർശിക്കപ്പെട്ടതുമായ സുപ്രധാന പ്രശ്നങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തിട്ടപ്പെടുത്താവുന്നതാണ്. ഒന്ന്, അറേബ്യയുടെ ഭരണ സംവിധാനം പൂർണ്ണമായും സത്യവിശ്വാസികളുടെ കരങ്ങളിൽ അർപ്പിതമായി. പ്രതികൂല ശക്തികളെല്ലാം നിഷ്ക്രിയമാവുകയും ചെയ്തു. അതിനാൽ അറേബ്യയെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക ഗേഹമാക്കുന്നതിനാവശ്യമായ നയപരിപാടി വ്യക്തമായി മുന്നിൽ വരേണ്ടതുണ്ടായിരുന്നു. ഇനി പറയുന്ന വിധമാണ് അത് രൂപം നൽകപ്പെട്ടത്. അറേബ്യയിൽ നിന്ന് ഷിർക്ക് വ്യവസ്ഥിതിയും പാടെ വിപാടനം ചെയ്യപ്പെടണം. കാരണം ഇസ്ലാമിന്റെ കേന്ദ്രം എന്നേക്കും കളങ്കമറ്റ ഇസ്ലാമിക കേന്ദ്രമായി തന്നെ നിലകൊള്ളേണ്ടതുണ്ട്. മറ്റൊരു ഘടകവും അതിന്റെ ഇസ്ലാമിക സ്വഭാവത്തിൽ കളങ്കം ചാർത്തുകയോ വിപദ്ഘട്ടത്തിൽ ആഭ്യന്തര കുഴപ്പത്തിന് കളമൊരുക്കുകയോ ചെയ്യരുത്. ഈ ഉദ്ദേശ്യാർത്ഥം മുശ്രിക്കുകളോട് വിമുക്തി പ്രഖ്യാപനവും അവരുമായി ഉടമ്പടികൾ അവസാനിപ്പിച്ചതായുള്ള വിളംബരവും നടത്തപ്പെട്ടിരിക്കുന്നു. കഅബയുടെ ഭരണനിയന്ത്രണം വിശ്വാസികളുടെ കയ്യിൽ വന്നിരിക്കുന്നു. അതിനാൽ ഏകദൈവാരാധനയ്ക്കായി മാത്രം പണിതുയർത്തപ്പെട്ട ആ പുണ്യഭവനത്തിൽ ഷിർക്കും ബഹുദൈവാരാധനയും തുടരുന്നതും അതിന്റെ പരിപാലനം മുശ്രിക്കുകളുടെ കൈകളിലിരിക്കുന്നതും ഒട്ടും ആശാസ്യമായിരുന്നില്ല. അതിനാൽ ഇനി അങ്ങോട്ട് കഅബ പരിപാലനം ഏകദൈവ വിശ്വാസികളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും ദൈവിക ഭവനത്തിന്റെ പരിസരങ്ങളിൽ ഷിർക്കിന്റെയും ജാഹിലിയത്തിന്റെയും എല്ലാ ആചാരങ്ങളും ശക്തി പ്രയോഗിച്ച് തടയപ്പെടേണ്ടതാണെന്നും അനുശാസിക്കപ്പെട്ടു. മാത്രമല്ല, ഇബ്രാഹിം നബി പണിത ഈ പവിത്ര ഭവനം ഷിർക്കുകൊണ്ട് കളങ്കപ്പെടാൻ ഒരു സാധ്യതയും അവശേഷിക്കരുത്. അതിനാൽ മേലാൽ മുശ്രിക്കുകൾ അതിനെ സമീപിക്കുന്നത് പോലും നിരോധിക്കപ്പെട്ടു. അറേബ്യയുടെ നാഗരിക ജീവിതത്തിൽ പഴഞ്ചൻ ജാഹിലിയത്ത് വിട്ടേച്ചു പോയ ആചാരാവശിഷ്ടങ്ങൾ പുതിയ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ തുടർന്നു പോകുന്നത് ഒട്ടും അഭികാമ്യമായിരുന്നില്ല. അതിനാൽ അവയുടെ നിർമ്മാർജ്ജനത്തിലേക്ക് മുസ്ലിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. നസീഹ് സമ്പ്രദായം അഥവാ യുദ്ധനിഷിദ്ധ മാസങ്ങളിൽ മാറ്റം വരുത്തലായിരുന്നു പ്രസ്തുത ആചാരങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായത്. ഈ ദുരാചാരത്തിന് നേരിട്ടുള്ള പ്രഹരമേൽപ്പിച്ച് മറ്റ് ജാഹ്ലിയ സമ്പ്രദായങ്ങളോട് അനുവർത്തിക്കേണ്ട നയമെന്തെന്ന് മുസ്ലിങ്ങളെ ധരിപ്പിക്കുകയുണ്ടായി. 2. അറേബ്യയിൽ ഇസ്ലാമിക ദൌത്യം പൂർണ്ണ വിജയം വരിച്ചതിനെ തുടർന്ന് അറേബ്യയ്ക്ക് പുറത്ത് സത്യദീനിന്റെ സ്വാധീനവൃത്തം വിപുലപ്പെടുത്തുകയെന്ന സുപ്രധാനമായ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രസ്ഥാനം കാലെടുത്തു വെക്കുകയായിരുന്നു. ഇവിടെ റോമയുടെയും പേർഷ്യയുടെയും രാഷ്ട്രീയ ശക്തിയാണ് ഏറ്റവും വലിയ പ്രതിബന്ധമായി നിന്നത്. അതിനാൽ അറേബ്യയിലെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച ഉടൻ ആ പ്രബല ശക്തിയുമായി സംഘട്ടനം അനിവാര്യമായി തീർന്നു. കൂടുതൽ മുന്നോട്ടു പോകുമ്പോൾ മറ്റ് അനിസ്ലാമിക രാഷ്ട്രീയ നാഗരിക വ്യവസ്ഥകളുമായും ഏറ്റുമുട്ടേണ്ടി വരുമായിരുന്നു. ആകയാൽ അറേബ്യയ്ക്ക് പുറത്ത് വിശ്വാസികളല്ലാത്ത ജനവിഭാഗങ്ങൾ ഇസ്ലാമിന്റെ മേലധികാരം അംഗീകരിക്കാത്ത പക്ഷം അവരുടെ സ്വേച്ഛാധികാര വാഴ്ച അവസാനിപ്പിക്കണമെന്ന് മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം നൽകപ്പെട്ടു. സത്യദീനിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും തീർച്ചയായും അവർക്ക് അവകാശമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ സ്വന്തം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനോ മനുഷ്യ സമൂഹങ്ങളുടെ ഭരണനിയന്ത്രണം കയ്യിലൊതുക്കി
വഴിപിഴച്ച വിശ്വാസാചാരങ്ങൾ തലമുറകളിൽ ബലാത്കാരം വെച്ചുകെട്ടാനോ അവർക്ക് അവകാശമില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിന് വിധേയരായിരിക്കാമെന്നും ജിസിയ നൽകിക്കൊള്ളാമെന്നും സമ്മതിച്ച ശേഷം സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. അതിലുപരി ദൈവത്തിന്റെ സൃഷ്ടികളിൽ സ്വന്തം ജീവിത വൈകൃതങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അവരെ അനുവദിക്കുന്നതല്ല. മൂന്നാമത്തെ മുഖ്യപ്രശ്നം മുനാഫിക്കുകളായിരുന്നു. ഇതേവരെ താൽക്കാലിക താൽപര്യങ്ങൾ പരിഗണിച്ച് അവരോട് വിട്ടുവീഴ്ച നയം കൈക്കൊള്ളുകയായിരുന്നു. ഇപ്പോൾ ബാഹ്യഭീഷണികളുടെ സമ്മർദ്ദം മിക്കവാറും ഇല്ലാതായ സ്ഥിതിക്ക് മേലിൽ അവരോട് സൗമനസ്യം പാടില്ലെന്ന് ആജ്ഞാപിക്കപ്പെട്ടു. തെളിഞ്ഞ സത്യനിഷേധികളോടെന്ന പോലെ ഈ ഒളിഞ്ഞ നിഷേധികളോടും കർക്കശ നയം അവലംബിക്കേണ്ടതാണ്. ഇതേ കർക്കശ നയത്തിന്റെ ഭാഗമായിട്ടാണ് തബൂക്ക് യുദ്ധസന്നാഹകാലത്ത് സുവൈലമിന്റെ വീട് അഗ്നിക്കിരയാക്കാൻ തിരുമേനി കൽപ്പന കൊടുത്തത്. മുസ്ലിങ്ങളെ യുദ്ധസംരംഭത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയെന്ന ലക്ഷ്യം വെച്ച് ഒരു സംഘം കപടവിശ്വാസികൾ അവിടെ ഒത്തുകൂടുക പതിവായിരുന്നു. മസ്ജിദുൽ ഇറാർ തകർത്ത് തീവെച്ചു നശിപ്പിക്കാൻ കൽപ്പിച്ചതും ഇതേ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. തബൂക്കിൽ നിന്ന് മടങ്ങിവന്ന ഉടൻ നബി തിരുമേനി ആദ്യം ചെയ്ത കാര്യം അതായിരുന്നു. 4. യഥാർത്ഥ വിശ്വാസികളിൽ അപ്പോഴും കുറെയെല്ലാം കണ്ടുവന്നിരുന്ന ദൗർബല്യവും ധൈര്യക്ഷയവും അനിവാര്യമായും പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക പ്രസ്ഥാനം സാർവലൗകിക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. മുസ്ലിം അറേബ്യ തനിച്ച് ജാഹിലിയ ലോകത്തോടാകമാനം ഏറ്റുമുട്ടാൻ പോകുന്ന നിർണായക ഘട്ടമാണിത്. ഈ സന്ദർഭത്തിൽ വിശ്വാസ ദൗർബല്യത്തെക്കാൾ അപകടകരമായി ഒരു ആഭ്യന്തര വിപത്തും ഇസ്ലാമിക സംഘടനയ്ക്കുണ്ടാവാനില്ല. അതിനാൽ തബൂക്ക് യുദ്ധവേളയിൽ ആലസ്യവും ഭീരുത്വവും കാണിച്ച ആളുകൾ അതിരൂക്ഷമായ അധിക്ഷേപത്തിന് വിധേയരായി. ന്യായമായ കാരണം കൂടാതെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവരുടെ ചെയ്തി അവരുടെ വിശ്വാസ വൈകല്യത്തിന്റെ പ്രത്യക്ഷ തെളിവാണെന്നും സമർത്ഥിക്കപ്പെട്ടു. ഭാവിയിൽ ദൈവവചനത്തിന്റെ ഉന്നമനാർത്ഥമുള്ള ത്യാഗസമരങ്ങളും ഇസ്ലാമും കുഫറും തമ്മിലുണ്ടാകുന്ന സംഘട്ടനവും തന്നെയാണ് സത്യവിശ്വാസം മാറ്റുരയ്ക്കാനുള്ള ശരിയായ ഉരക്കല്ലെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. സത്യാസത്യ സംഘട്ടനത്തിൽ ഇസ്ലാമിനു വേണ്ടി ജീവനും ധനവും സമയവും അധ്വാനവും വിനിയോഗിക്കാതെ ഒഴിഞ്ഞുമാറുന്നവരുടെ വിശ്വാസം തന്നെ പരിഗണനീയമല്ല. ഈ വശത്തിലുള്ള വൈകല്യം മറ്റ് മതകർമ്മങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കാവുന്നതുമല്ല. ഇത്രയും കാര്യങ്ങൾ മുമ്പിൽ വെച്ച് സൂറത്തു തൗബ പാരായണം ചെയ്യുന്ന പക്ഷം പ്രതിപാദ്യ വിഷയങ്ങൾ എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്.